welcome back to Sweet Stars. ഇന്നത്തെ ടോപ്പിക് നോട്ട് ജസ്റ്റ് എ ടോപ്പിക് ബട്ട് ലിറ്ററലി എ പീസ് ഓഫ് മൈ സോൾ. എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ പല പേരന്റ്ഹുഡ് ജേർണിയിലുള്ള എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ മദർഹുഡ് ജേർണിയിലുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ഞാനൊരു എക്സ്പേർട്ട് അമ്മയായിട്ടോ ഒരു പെർഫെക്റ്റ് അമ്മയായിട്ടോ ഒന്നും തന്നെയല്ല. ഐ എം ജസ്റ്റ് എ നോർമൽ മദർ വിത്ത് 2 years ഓഫ് റോ റിയൽ ആൻഡ് ഇമോഷണൽ എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസസിന്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ ഇവിടെ പല തോട്ട്സും ഷെയർ ചെയ്യുന്നതും. നമ്മൾ പുറമെ മദർഹുഡ് ജേർണി എന്ന് പറയുമ്പോൾ മദർഹുഡ് ജേർണി എന്ന് കാണുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് ആയിട്ടാണ് കാണുന്നത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫേസ്. ദോസ് ടൈനി ഫിംഗേഴ്സ്, ബേബീസ് ഫസ്റ്റ് ക്രൈ, ബേബീസ് ഫസ്റ്റ് സ്മൈൽ, ഇതെല്ലാം വളരെ മാജിക്കൽ ആയിട്ടുള്ള മൊമെന്റ്സ് തന്നെയാണ് അല്ലേ. ബട്ട് ബിഹൈൻഡ് ദോസ് മാജിക്കൽ മൊമെന്റ്സ് ദർ ഈസ് ഓൾസോ എ സൈഡ് ദാറ്റ് നോബഡി ടോക്സ് അബൌട്ട്. ദാറ്റ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ്, ദാറ്റ് പോസ്റ്റ്മോർട്ടം ഇഷ്യൂസ്, ദാറ്റ് സ്ലീപ്ലെസ് നൈറ്റ്സ്, ദാറ്റ് സെൽഫ് ഡൗട്ട്. കുഞ്ഞ് എന്തിനാണ് കരയുന്നത് പോലും അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ദാറ്റ് കോൺസ്റ്റന്റ് ഗിൽറ്റ് ഫീൽ. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ഒരു അമ്മയാണോ? നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണോ? നമ്മുടെ കരിയർ ഇതുകൊണ്ട് സ്റ്റോപ്പ് ആയോ? നമ്മുടെ ആ ഒരു പഴയ ഒരു ബോഡിയാണല്ലോ ഇനി തിരിച്ചു കിട്ടുമോ? നമ്മുടെ ലൈഫ് ഇതുകൊണ്ട് ഒതുങ്ങിപ്പോയോ? അങ്ങനെ പല തോട്ട്സ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഫിസിക്കലി ആൻഡ് മെന്റലി എക്സ്ട്രീംലി വീക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഈവൻ ഐ ഹാവ് ഗോൺ ത്രൂ ദിസ്. എനിക്ക് ഏകദേശം ഒരു 13 മണിക്കൂറാണ് എന്റെ ലേബർ പെയിൻ ഉണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ലിറ്ററലി വെരി ടഫ് ആൻഡ് പെയിൻഫുൾ ഫോർ മീ. ആൻഡ് ദ മൊമെന്റ് ഐ സോ മൈ ബേബീസ് ഫേസ് ഫെൽ ലൈക്ക് ഐ ഹാവ് കോൺകർഡ് ദ വേൾഡ്. ലിറ്ററലി ആ ഒരു 13 മണിക്കൂർ എന്ന് പറയുന്നത് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ളൊരു പെയിൻ തന്നെയായിരുന്നു. വളരെ ടഫായിരുന്നു. ലൈക്ക് എനിക്ക് മരിച്ചു പോവോ എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ടൈമായിരുന്നു. ബട്ട് ദ മൊമെന്റ് ഐ സോ മൈ ബേബീസ് ഫേസ്, ഒരു നിമിഷം കൊണ്ടാണ് അതുവരെ അനുഭവിച്ച വേദനയെല്ലാം മറന്നുപോയത്. ഇതുപോലെ തന്നെയാണ് എല്ലാ അമ്മമാരും. എത്ര മണിക്കൂറായിക്കോട്ടെ, എത്ര ദിവസങ്ങളായിക്കോട്ടെ, വേദനകൾ എത്ര അനുഭവിച്ചാലും ആ ഒരു മൊമെന്റിൽ കുഞ്ഞിന്റെ ഫേസ് കാണുമ്പോഴത്തേക്കും അവരെല്ലാം മറന്നു കളയാണ്. ഐ എം ലിറ്ററലി പ്രൗഡ് ഓഫ് എവറി മോം വാച്ചിങ് ഓവർ ദിസ് വീഡിയോ. ആൻഡ് ഫോർ മീ ദ റിയൽ സ്റ്റോം സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദിസ്. എനിക്ക് പ്രശ്നങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. ആൻഡ് ദിസ് വീഡിയോ ഈസ് വെരി പേഴ്സണൽ ടു മീ ആൻഡ് ഇറ്റ്സ് അബൌട്ട് വാട്ട് മദർഹുഡ് ടോട്ട് മീ അബൌട്ട് മൈസെൽഫ്. I'm sharing my personal thoughts, my truth. Maybe somewhere you also find a piece of your story in mine. അതുകൊണ്ട് തന്നെ stay with me and watch the entire video. And if you are new here, don't forget to subscribe my channel. So once again, welcome back to Sweet Stars. My postpartum was not easy, and I had COVID after delivery. Because of that, I was suffering from diarrhea for several days. അതിന്റെ ഒരു എഫക്റ്റില് ഞാൻ ഫിസിക്കലി ആൻഡ് മെന്റലി ഫുള്ളി ഡ്രെയിൻ ഔട്ട് ആയിരുന്നു. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫ്യൂ വീക്സ് എന്ന് പറയുന്നത് എന്റെ ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരുന്നു. കാരണം എന്റെ ബോഡിയിൽ തീരെ സ്ട്രെങ്ത് ഇല്ല, എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നില്ല, ഫുൾ ഓഫ് കൺഫ്യൂഷൻസ്. ആസ് എ ന്യൂ പേരന്റ് നമുക്ക് എല്ലാ കാര്യങ്ങളും പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ചെയ്യുന്നത് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണോ? ഞാൻ നല്ലൊരു അമ്മയാണോ? അങ്ങനെ പല തോട്ട്സ് ആണ് മനസ്സിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫിസിക്കലി ഉള്ള പെയിന്, മെന്റലി ഉള്ള ബ്രേക്ക് ഡൗൺ, പല സിറ്റുവേഷൻസ് ആണ് ആ ഒരു ടൈമിൽ വന്നു പോകുന്നത്. ബട്ട് സംഹൗ ഐ ഹാവ് മാനേജ് ദാറ്റ് സ്റ്റേജ്. വെൻ ഐ ലുക്ക് ബാക്ക്, ഐ ഹാവ് റിയലൈസ് ദാറ്റ് ദിസ് വാസ് ദ ഫസ്റ്റ് ലെസൺ ഐ ഹാവ് ലേൺ ഫ്രം മദർഹുഡ്. നമ്മൾ പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ പോലും അറിയാതെ ആ സ്റ്റേജസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് വാസ് ദ ഫസ്റ്റ് ലെസൺ ഐ ഹാവ് ലേൺ ഫ്രം മദർഹുഡ്. എന്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം ടൈമില് എന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡ് ആയിരുന്നു. അതിനർത്ഥം എന്നെ ഇമോഷണലി, മെന്റലി, ഫിസിക്കലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹസ്ബൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ല. ഞങ്ങളുടെ 2 പേരൻസും, ഇവൻ ഞങ്ങളുടെ സിബ്ലിങ്സും, ഇവൻ എന്റെ ക്ലോസ് ഫ്രണ്ട്സും എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. സ്റ്റിൽ ഐ വാസ് ടോട്ടലി ഡിപെൻഡന്റ് ഓൺ മൈ ഹസ്ബൻഡ്. പുള്ളിയുടെ ഒരു പ്രസൻസ് എന്നെ ആ ഒരു പോസ്റ്റ്മോർട്ടം ഇഷ്യൂവിൽ നിന്ന് ഹീൽ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പീസ് ആയിരുന്നു പുള്ളിയുടെ ഒരു പ്രസൻസ് തന്നുകൊണ്ടിരുന്നത്. ആൻഡ് ഹി വാസ് ദെയർ ഫോർ എവറിത്തിങ്, ഇൻ കാമിങ് ഡൗൺ, ഹോൾഡിംഗ് മീ ആൻഡ് ഫീഡിങ് മീ വെൻ ഐ എം നോട്ട് ഏബിൾ ടു. ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ സപ്പോർട്ടൊക്കെ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ലക്ഷറി, ഇറ്റ്സ് എ ലൈഫ് ലൈൻ. ശരിക്കും അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദോസ് ഹു ഹാവ് ഹെൽപ് മീ ഇൻ ദോസ് സ്റ്റേജസ്. ആൻഡ് ബൈ ദാറ്റ് ടൈം he had to return back to UAE for work. ആ ഒരു ടൈമിലാണ് ഞാൻ ശരിക്കുള്ള സ്ട്രഗിൾ ഫേസ് ചെയ്ത് തുടങ്ങിയത്.
ഹി വെന്റ് ബാക്ക് ടു UAE ഫോർ വർക്ക്. അങ്ങനെ ഞാനും എന്റെ കുഞ്ഞും മാത്രം 4 മാസം നാട്ടില്. എന്റെ എല്ലാ കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ 2 പേരൻസും ഉണ്ടായിരുന്നു. ബട്ട് ഇമോഷണലി ആ ഒരു ടൈമിൽ എനിക്ക് ഹസ്ബൻഡിന്റെ പ്രസൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത്. അങ്ങനെ ആ ഒരു 4 മാസം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ടഫസ്റ്റ് ഫേസ് ആയിരുന്നു എനിക്ക്. മെന്റലി ബ്രേക്ക് ഡൗൺ ആയിരുന്ന ഒരു ടൈമായിരുന്നു. ബട്ട് സംഹൗ വിത്ത് ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് വിത്ത് സപ്പോർട്ട് ഓഫ് അവർ പേരൻസ് ഐ സർവൈവ്ഡ് ആൻഡ് ഐ മാനേജ്ഡ്. ആൻഡ് ഡു യു എവർ ഫെൽ ദ സെയിം? ഇതുപോലത്തെ ഫീലിങ്സ് ആണല്ലോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ പാർട്ട്ണറിനോട്? അതോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സപ്പോർട്ട് പാർട്ട്ണറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കാണെങ്കിൽ ആ ഒരു പോസ്റ്റ്മോർട്ടം ടൈമിൽ ഹൂ വാസ് യുവർ ബിഗസ്റ്റ് സപ്പോർട്ട്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി യു ഹാവ് ടു പുട്ട് എ കമന്റ് ഓൺ മൈ വീഡിയോ. ഐ വുഡ് ലവ് ടു നോ യുവർ എക്സ്പീരിയൻസ് ഓൾസോ. അങ്ങനെ കുഞ്ഞിന് കറക്റ്റ് 4 months ആയപ്പോൾ തന്നെ ഞങ്ങൾ 2 പേരും കൂടെ UAE വന്നു. ആൻഡ് ദാറ്റ്സ് വെൻ വി സ്റ്റാർട്ടഡ് ദ ഹോൾ ന്യൂ ജേർണി, ജസ്റ്റ് 3 of us. ആ ഒരു ടൈമിലായിരുന്നു ഐ സ്റ്റാർട്ടഡ് സ്ലോലി റിയലൈസിങ് മദർഹുഡ് ചേഞ്ചസ് എവറിത്തിങ്. Coming to the main topic, what motherhood had taught me about myself. First one എന്ന് പറയുന്നത് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. മദർഹുഡ് ഡിഡന്റ് ചേഞ്ച് ജസ്റ്റ് ദ ബോഡി അലോൺ. നമ്മുടെ മൈൻഡും ഹാർട്ടും സോളും എല്ലാം ട്രാൻസ്ഫോം ആകുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഐ ഫെൽ ലൈക്ക് ഐ വാസ് റീബോൺ അലോങ് വിത്ത് മൈ ബേബി. ഫിസിക്കലി യെസ്, നമ്മുടെ ബോഡിയിൽ വരുന്ന സ്ട്രെച്ച് മാർക്കുകൾ, ബോഡി വണ്ണം വെക്കുന്നത്, ഹെയർ ഫോള്, ഹോർമോൺ ഫ്ലക്ച്വേഷൻസ്, പല ചേഞ്ചസ് നമുക്ക് ബോഡിയിൽ കാണാനായിട്ട് സാധിക്കും. മെന്റലി ആണെങ്കിലും ഐ ഫെൽ ലൈക്ക് ഐ ഹാവ് ബിക്കം എ കംപ്ലീറ്റ്ലി എ ഡിഫറെന്റ് പേഴ്സൺ. നേരത്തെ ചെറിയ കാര്യങ്ങൾ പോലും എന്നെ എഫക്ട് ചെയ്യാറുണ്ടായിരുന്നു. But I felt like I have become more stronger now. And have you ever checked in the mirror after becoming a mom and felt like you are meeting a new version of you? Someone with more patience, more strength and more depth. Emotionally ആണെങ്കിലും ഞാൻ ഒത്തിരി ചേഞ്ച് ആയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറെ കൂടെ ഡീപ്പറായിട്ട് ലവ് ആയിക്കോട്ടെ, ഫിയർ ആയിക്കോട്ടെ, ആൻസൈറ്റി ആയിക്കോട്ടെ, എവറിത്തിങ് ഈസ് ആംപ്ലിഫൈഡ്. ചില സമയങ്ങളിൽ ഞാൻ ചിന്തിക്കാറുണ്ട് എന്റെ പഴയ ഞാൻ എവിടോ പോയി എന്ന്. ബട്ട് മേ ബി ഐ ജസ്റ്റ് ഇൻവോൾവ് ഇൻ ടു സംവൺ ബെറ്റർ. ആൻഡ് ദാറ്റ്സ് ദ ബിഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ അറ്റ് ഓൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹാൻഡ്ലിംഗ് തിങ്സ് എവറിത്തിങ് അലോൺ. ദർ ആർ മൊമെന്റ്സ് വേർ ഐ ഹാവ് നോ ഐഡിയ വാട്ട് ഐ വാസ് ഡൂയിങ്. കുഞ്ഞുണ്ടായിരിക്കുന്നു, കുഞ്ഞ് കടന്ന് കരയുന്നു, കുഞ്ഞ് എന്തിനാ കരയുന്നൊരു ഐഡിയ ഇല്ല, ഉറങ്ങാൻ പ്രോപ്പറായിട്ട് പറ്റുന്നില്ല, ബോഡി പെയിൻസ്, സ്റ്റിച്ചിന്റെ പെയിൻ, അങ്ങനെ പല പ്രശ്നങ്ങൾ. And sometimes I felt like I have completely lost. But still I did it. Because there is no other option. അമ്മ എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം തന്നെയല്ലേ. Even though we are breaking inside, we still have to show up. We have to hold up everything together. Even though it is falling apart. But honestly, ആ ഒരു ടൈമിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. And husband was my strength. He was there for everything. എന്റെ ലേബർ പെയിൻ അല്ലെങ്കിൽ എന്റെ കോൺട്രാക്ഷൻ പെയിൻ ഒന്നും പുള്ളി അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഹി വാസ് ദെയർ ടു ഫെൽ മൈ മെന്റൽ ആൻഡ് ഇമോഷണൽ പെയിൻസ്. എന്നെ ആണെങ്കിൽ ആശ്വസിപ്പിക്കുന്ന വാക്കുകളിൽ കൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ പുള്ളിയുടെ പ്രസൻസ് മാത്രമായിരിക്കും എനിക്ക് ആശ്വാസം പകർന്നിട്ടുണ്ടാവുന്നത്. ബട്ട് ഇറ്റ് വാസ് മൈ ബാക്ക് ബോൺ. ബട്ട് സ്റ്റിൽ ദർ ആർ മൊമെന്റ്സ് വാട്ട് എ മോം ക്യാൻ ഡു ആൻഡ് മോം ഹാസ് ടു ഡു, ലൈക്ക് ബ്രസ്റ്റ് ഫീഡിങ്, സ്ലീപ്ലെസ് നൈറ്റ്സ്, baby blues. Even with all supports, there are battles we still have to fight with our minds. Do you ever felt the mix of strength and helplessness of a mom? ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു പുട്ട് എ കമന്റ്. ഐ വുഡ് ലവ് ടു നോ യുവർ എക്സ്പീരിയൻസ് ടു. തേർഡ് വൺ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. ഹോണസ്റ്റ്ലി ദർ വേർ മൊമെന്റ്സ് വിച്ച് ഐ ഹാവ് ടു ക്രൈ ആൻഡ് സ്ക്രീം അറ്റ് ദ സെയിം ടൈം. ആ ഒരു ടൈമിലും നമ്മൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരിക്കും, ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റ് ആയിരിക്കും, അതുപോലെ തകർന്നിരിക്കുന്ന ഒരു ടൈം ആയിരിക്കാം. അപ്പോഴായിരിക്കും കുഞ്ഞ് കിടന്ന് കരയുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ഓടിച്ചെന്ന് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാനായിട്ടാണ് നോക്കുന്നത്. സ്ലോലി ആണെങ്കിലും ഐ ഹാവ് ലേൺ ടു കൺട്രോൾ മൈ ഇമോഷൻസ്. ഒരു ലോങ് ഡീപ് ബ്രെത്ത് എടുത്ത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിച്ചു. നോട്ട് ബീങ് പെർഫെക്റ്റ് ബട്ട് ചൂസിങ് ലവ് അഗെയിൻ ആൻഡ് അഗെയിൻ ഈവൻ വെൻ ഇറ്റ്സ് ഹാർഡ്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആണ്. ദിസ് ലവ് ഇറ്റ്സ് നോട്ട് ലൈക്ക് എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോൾ പ്യുവറസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്ന മദർഹുഡ് തന്നെയാണ്.
expectations or any situation. അമ്മമാർ എത്ര ടയേർഡ് ആണെങ്കിലും സിക്ക് ആണെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിലും എത്ര വയ്യെങ്കിലും കുഞ്ഞിന്റെ ഒരു ചിരി മതിയായിരിക്കും അവരെ ആശ്വസിപ്പിക്കാനായിട്ട്. കണ്ണുകളിൽ കൂടെ നമ്മളെ നോക്കുമ്പം ഫീൽ ലൈക്ക് നമ്മളാണ് അവരുടെ ലോകം എന്ന് തരുന്ന ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുവരെയും കിട്ടാത്ത ഒരു സ്ട്രെങ്ത് തന്നെയാണ്. ചില സിറ്റുവേഷൻസിൽ കുഞ്ഞാണെങ്കിലും ഉറക്കമില്ലാതെ കിടക്കുന്ന രാത്രികളുണ്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ആണെങ്കിലും സിക്നസ് അല്ലെങ്കിൽ നമ്മുടെ ടയർഡ്നെസ് ഒന്നും നോക്കാതെ തന്നെ നമ്മൾ കുഞ്ഞിനെ ആണെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ച് ഉറക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വാട്ട് ലവ് ഇസ്. ഇറ്റ്സ് അൺബ്രേക്കബിൾ, അൺമെഷറബിൾ ആൻഡ് അൺകണ്ടീഷണൽ. Do you ever felt this kind of love? If yes, you are doing enough and you are doing great. Fifth one എന്ന് പറയുന്നത് changed my priorities. Motherhood had completely shifted my world. നേരത്തെ ഫുഡ്, ഫോൺ ടൈം, മീ ടൈം അതൊക്കെയായിരുന്നു എൻ്റെ റൂട്ടീനായിട്ടുള്ള ലൈഫിലുണ്ടായിരുന്നത്. ഇപ്പം മോർണിംഗ് ടു നൈറ്റ് നമ്മുടെ എല്ലാ റൂട്ടീനും ചേഞ്ച് ആയി. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഈവൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ കുഞ്ഞിനെ കഴിപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ എത്ര ടയേർഡ് ആണെങ്കിലും ഉറങ്ങാതെ കുഞ്ഞിനെ ഉറക്കിയിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോകുമ്പോഴാണെങ്കിലും കുഞ്ഞിനെ കളിക്കാൻ പറ്റിയൊരു സ്ഥലമാണെങ്കിൽ അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത്. ബട്ട് സർപ്രൈസിംഗ്ലി ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഐ ഹാവ് ലോസ്റ്റ് എവറിത്തിങ്. ഇറ്റ്സ് എ സെൻസ് ഓഫ് പർപ്പസ്. ഓഫ് കോഴ്സ് നമ്മുടെ ആണെങ്കിലും ആ ഓൾഡ് ഡേയ്സ് ഒക്കെ ആണെങ്കിലും എനിക്ക് ശരിക്കും മിസ് ചെയ്യാറുണ്ട്. ബട്ട് സ്റ്റിൽ ആ കുഞ്ഞിന്റെ ആ ഒരു അമ്മയെന്നുള്ളൊരു വിളി കേൾക്കുമ്പം നമ്മൾ ഈ സാക്രിഫൈസ് ചെയ്തതെല്ലാം വേർത്തായി എന്ന് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. സിക്സ്ത് വൺ എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്. മദർഹുഡ് ആൻഡ് സാക്രിഫൈസ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ്. സാക്രിഫൈസ് എന്ന് പറയുമ്പോൾ അമ്മമാരുടെ ഉറക്കമില്ലാത്ത രാത്രി മാത്രമല്ല, അവരുടെ പേഴ്സണൽ ടൈം, കരിയർ ഗ്രോത്ത്, ഫ്രീഡം എല്ലാം അവര് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഹോണസ്റ്റ്ലി എനിക്ക് ഇതുവരെ ഒരു റിഗ്രറ്റ് ഫീൽ തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ കുഞ്ഞിനെ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ ആണെങ്കിലും എനിക്ക് തിരിച്ചും കിട്ടുന്നുണ്ട്. എത്രയൊക്കെ ടയേർഡ് ആണെങ്കിലും എത്രയൊക്കെ വീക്ക് ആണെങ്കിലും കുഞ്ഞിന്റെ ആ ഒരു ചിരി മതിയായിരിക്കും എന്നെ ആ ഒരു ഫുൾ ഡേ എന്നെ ഒന്ന് ഹാപ്പി ആക്കാനായിട്ട്.
നമുക്കൊരു പക്ഷേ നമ്മുടെ കരിയർ ഗ്രോത്ത്, നമ്മുടെ ഫ്രീഡം, നമ്മുടെ മീ ടൈം എല്ലാം പോയേക്കാം. ബട്ട് മദർഹുഡ് തരുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു സന്തോഷം ഒന്നിനെയും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് നൗ ഐ ആം ഇൻ അനദർ ഇമോഷണൽ ചാപ്റ്റർ, ദാറ്റ് ഈസ് സ്റ്റോപ്പിംഗ് ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങിയപ്പം അതൊരു ഡെയിലി ലൈഫിലുള്ളൊരു റൂട്ടീൻ ഡ്യൂട്ടി ആയിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബട്ട് നൗ ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇമോഷണൽ ലാംഗ്വേജ്. Breastfeeding is not about just feeding. It is a bond, it is a connection, it is a love language between baby and mom. അതൊരു ഇൻവിസിബിൾ ഹഗ്ഗാണ്, ഇൻവിസിബിൾ ഹഗ് ഫ്രം ഇൻസൈഡ്. കുഞ്ഞിനും അമ്മയ്ക്കും ഉള്ളൊരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ സോൺ ആണത്. ലൈക്ക് കുഞ്ഞിനോട് അമ്മ പറയുന്നതാണ്, നീ സേഫ് ആണ്, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ലവ് ലാംഗ്വേജാ. നിങ്ങൾ വിചാരിക്കും ബ്രസ്റ്റ് ഫീഡിങ് ഇല്ല, അത് നിർത്തിയാൽ പോരെ, അത് ഈസി ആയിട്ടുള്ളൊരു ടാസ്കാണ്. No, it is not an easy task. It is very hard because ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ കൂടെയാണ്. അത് രണ്ടുപേരെയും ഇമോഷണലി ബ്രേക്ക് ആക്കുന്ന ഒരു കാര്യം തന്നെയാണ്. I am slowly stepping away from that. I know it is a difficult task, but I also know she is growing and I have to let her, just like I also grew in the mom, that she is growing into her own little self. So I am concluding the topic, what this journey has taught me. മദർഹുഡ് എന്ന് പറയുന്നത് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഫേസ് ആണ്, ആൻഡ് യെറ്റ് ദ മോസ്റ്റ് റിവാർഡിംഗ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓൾ. ആൻഡ് ഇറ്റ് ഷോഡ് മീ ദാറ്റ് ഐ ആം ഫാർ സ്ട്രോങ്ങർ ദാൻ ഐ ബിലീവ്, ദാറ്റ് ഐ ക്യാൻ ഫേസ് പെയിൻ, ഫിയർ ആൻഡ് അൺസർട്ടനിറ്റി ആൻഡ് സ്റ്റിൽ ചൂസ് ലവ്. നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ബി പ്രസന്റ്. ദാറ്റ് ഈസ് മോർ ദാൻ ഇനഫ്. നമ്മൾ അനുഭവിക്കുന്ന സാക്രിഫൈസസ്, ഉറക്കമില്ലായ്മ, നമ്മുടെ എല്ലാ കരച്ചിലും, ഓൾ ഓഫ് ഇറ്റ് മാറ്റേഴ്സ്. ബിക്കോസ് ഇതെല്ലാമാണ് നമ്മളെ ഷേപ്പ് ചെയ്തൊരു കംപ്ലീറ്റ് അമ്മയാക്കുന്നത്. ആൻഡ് ദ വുമൺ ഐ മെന്റ് ടു ബി. ആൻഡ് ദ വൺ തിങ് ദാറ്റ് യു ക്യാൻ ടേക്ക് അവേ ഫ്രം മൈ സ്റ്റോറി ഇസ് യു ആർ സ്ട്രോങ്ങർ ദാൻ യു നോ. യു ഡോണ്ട് ഹാവ് ടു ഹാവ് ആൻസേഴ്സ് ഫോർ ഓൾ. യു ജസ്റ്റ് ഹാവ് ടു കീപ് ഷോയിങ് അപ്പ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ, definitely please do like, share and subscribe my channel. So until next time, be strong, be kind and remember, we are all in together. അടുത്ത നല്ലൊരു കണ്ടന്റുമായിട്ട് വരുന്നിടം വരെ goodbye. Thanks for watching. Bye bye.